നമസ്കാരം, ഞാൻ മാളവിക. ഇന്ന് നമ്മുടെ കൂടെ SK ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യനായ മിസ് ഗ്രീഷ്മ മാം ആണ് കൂടെ ഉള്ളത്. നമസ്കാരം മാഡം. മാം, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മളെ ഹെയർ ഫോൾ അതൊരു വലിയ പ്രശ്നമാണ് എല്ലാവർക്കും. അപ്പൊ നമ്മുടെ ഡയറ്റ് പ്ലാനിലൂടെ എങ്ങനെ അതിന് കുറയ്ക്കാം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, അതൊന്ന് പറയാമോ മാം? തീർച്ചയായിട്ടും. അതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് എടുക്കുക എന്നുള്ളതാണ്. 2 ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്, ആനിമൽ പ്രോട്ടീൻസും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസും. അതിൽ ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, എഗ്ഗ്, നോൺ വെജ് ഐറ്റംസ് ആയിട്ടുള്ളത് ആനിമൽ പ്രോട്ടീൻസ്. അതാണ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ്. നമ്മുടെ ബോഡി കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കൂടുതലായിട്ട് അവരുടെ മിൽക്ക് പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ് മീറ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസിൽ പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, ഇതൊക്കെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ്. അത് അബ്സോർപ്ഷൻ വളരെ കുറവാണ്, എന്നാലും അതിൽ നിന്നും നമുക്ക് പ്രോട്ടീൻസ് ലഭിക്കും. ഇപ്പോൾ കൂടുതലായിട്ട് ഒത്തിരി ഈ ക്രാഷ് ഡയറ്റ് ഒത്തിരി പേര് ഈ ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് ന്യൂട്രിയൻസ് ഒന്നും മീറ്റ് ചെയ്യില്ല. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഈ പ്രോട്ടീൻസിന്റെ കുറവും വൈറ്റമിൻസിന്റെ കുറവും ഒക്കെ വരുന്നത് കൊണ്ട് അതെല്ലാം ഹെയർ ഫോള് കൂട്ടാനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് എടുക്കുക എന്നുള്ളത് മെയിൻ ഇതായിട്ട് വരുന്നത്.